Very good morning. Warm welcome, one and all in all, to this video. Here, I would like to deal with you the functional grammar and communication in English, a prescribed text for first semester common course in English for all UG programs under Calicut University. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള എല്ലാ യു ജി പ്രോഗ്രാംസിലെയും ഫസ്റ്റ് സെമിസ്റ്റർ കോമൺ കോഴ്സ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ആണ് നമ്മളിന്ന് ഇവിടെ ഡീൽ ചെയ്യുന്നത്. The name of the chapter is word order and sentence pattern. ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ത്രൂ ഔട്ട് നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേയിൽ നമുക്ക് നോക്കാം. So before getting into the word order and sentence pattern, we have to know something about the sentence, what it means. A sentence is a group of words which are arranged in a particular order which give us a complete sense. A sentence is a group of words which are arranged in a particular order which give us a complete sense. ഇപ്പോൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെർട്ടിക്കുലർ ഓർഡറിൽ വെക്കുന്നുണ്ട്. അങ്ങനെ പെർട്ടിക്കുലർ ഓർഡറിൽ നമുക്ക് വെക്കുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് സെൻസ് അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഒരു മീനിങ് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് എ സെൻറ്റൻസ്. അതിന് നമുക്കൊരു സെൻറ്റൻസ് എന്ന് വിളിക്കാം. സോ ഒരു കംപ്ലീറ്റ് സെൻസ് തരുന്നുണ്ടോ ഇല്ലയേ എന്നുള്ള ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലോസിനെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം ഒരു സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് സംടൈം ഇറ്റ് മേ ബി എ ക്ലോസ്. പക്ഷെ മൾട്ടിപ്പിൾ ക്ലോസ് ഉള്ള ഒരു സെൻറ്റൻസിൽ അത് ഒരു ഭാഗം പാർട്ട് ഓഫ് സെൻറ്റൻസ് നമുക്ക് മീനിങ് കൺവേ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ക്ലോസ് ആണെന്ന് പറയാം. അപ്പോൾ ബേസിക് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്കറിയാം സൗണ്ട് യൂണിറ്റുകളാണ്. ഈ സൗണ്ട് യൂണിറ്റുകൾ ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വേർഡ്സുകളാവുന്നതും വേർഡ്സുകൾ അഗെയിൻ കമ്പൈൻ ടു ഫോം ഫ്രേസസ് ആൻഡ് ദെൻ ദീസ് ഫ്രേസസ് അഗെയിൻ കമ്പൈൻ ടു ഫോം ക്ലോസ് ആൻഡ് ഫൈനലി ദി ക്ലോസസ് മൾട്ടിപ്പിൾ ക്ലോസ് മേക്ക് എ സെൻറ്റൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടായി വരുന്നത്. അപ്പം സെൻറ്റൻസിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്കിതിൽ പറയാം. ഇതിൽ മെയിൻലി ഈ ഒരു 3 കാര്യങ്ങൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഓർഡർ ആൻഡ് ഗിവ് എസ് എ കംപ്ലീറ്റ് സെൻസ്. ഇതാണ് ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വേർഡ് ഓർഡർ ഓർ സിൻടാക്സ്. So word order or syntax refers to the way words are arranged in a sentence. അപ്പോൾ വേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഏത് രീതിയിലാണ് വേർഡ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ വേർഡ് ഓർഡർ അല്ലെങ്കിൽ സിൻടാക്സ് എന്ന് പറയും. ദ ബേസിക് ഓർഡർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓഫ് എ സെൻറ്റൻസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കേറ്റ്. അപ്പോൾ വേർഡ് ഓർ സിൻടാക്സ് ഇസ് ക്വൈറ്റ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് എനി ലാംഗ്വേജ്. ദെൻ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലെയും ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് തന്നെ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. സോ ബേസിക്കലി നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനുള്ള വേർഡ് ഓർഡർ അല്ല എന്ത് ചെയ്യുന്നത് മറ്റ് മലയാളം ലാംഗ്വേജിനുള്ള. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ here in this chapter we have to deal with the 5 basic patterns, sentence pattern. അതിൽ നാം പറഞ്ഞു ബേസിക് ആയിട്ടൊരു സെൻറ്റൻസിൻ്റെ ബേസിക് ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ കണ്ടെയ്ൻ എ സബ്ജക്റ്റ് ആൻഡ് എ പ്രെഡിക്കേറ്റ്. വാട്ട്സ് ദ സബ്ജക്റ്റ് റെഫേഴ്സ് മീൻസ് the subject may be typically a noun or a pronoun denoting a person or things, or the subject may be a door of an action or some information about something. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് നൗൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ ആയിരിക്കാം. ഡോർ ഓഫ് ആൻ ആക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കുറച്ച് എന്തിനെങ്കിലും പറ്റിയിട്ടുള്ള എന്തെങ്കിലും സം ഇൻഫോർമേഷൻ ആയിരിക്കാം. അപ്പോൾ അജു പ്ലീസ് എന്ന് പറയുന്നിടത്ത് അജു ഇസ് ദ സബ്ജക്റ്റ് ഹിയർ. സോ അജു ഇസ് ദ ഡോർ ഓഫ് ആൻ ആക്ഷൻ ആൻഡ് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിൽ ഇന്ത്യ ഈസ് ദ സബ്ജക്റ്റ്. ഇന്ത്യ കൺവേസ് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്നിടത്ത് ഇന്ത്യ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണെന്ന് നമുക്കറിയാം. സോ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും അടങ്ങിയിട്ടുള്ളതാണ് ഒരു സെൻറ്റൻസ് എന്നും നമുക്ക് പറയാം. സോ അതിൽ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് ഐ തിങ്ക് യു ഹാവ് ഗോട്ട്. ദെൻ വാട്ട് ഇറ്റ് മീൻസ് പ്രെഡിക്കേറ്റ്, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് അതർ ദാൻ സബ്ജക്റ്റ്. സബ്ജക്റ്റ് അല്ലാണ്ട് റെസ്റ്റ് ഓഫ് ദാറ്റ് സെൻറ്റൻസ്, സബ്ജക്റ്റ് അല്ലാണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഹീ ഗേവ് ഹർ എ ഫ്ലവർ എന്ന് പറയുന്നിടത്ത് ഹീ ഇസ് ദ സബ്ജക്റ്റ് ഹിയർ ആൻഡ് ഗേവ് ഹർ എ ഫ്ലവർ ഇസ് ദ പ്രെഡിക്കേറ്റ്. ദിസ് ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്.
അപ്പോൾ നമ്മളൊരു വേർഡ് റോഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് വാട്ട്സ് എ സെൻറ്റൻസ് ആൻഡ് ഈ ഒരു സെൻറ്റൻസിൽ അടങ്ങിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ദെൻ now let's how to move on to the 5 basic sentence structures. 5 basic sentence structures. Every language has its own sentence structures and rules included with it. Now let's see few of the common sentence pattern in English language. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള സെൻറ്റൻസ് പാറ്റേണുകളുണ്ട്. അപ്പം നമ്മൾ മെയിൻലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ മെയിനായിട്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് മോസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് കൺഫോം ടു ദ SVO വേർഡ് ഓർഡർ. SVO പാറ്റേണിലാണ് മെയിൻലി ഇംഗ്ലീഷിൽ നമ്മൾ സെൻറ്റൻസ് കാണുന്നത്. അപ്പോൾ ഐ റോട്ട് എ ലെറ്റർ എന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ. അതിൽ ഐ ഇസ് ദ സബ്ജക്റ്റ്, റോട്ട് ഇസ് ദ വേർബ് ആൻഡ് ലെറ്റർ ഇസ് ദി ഒബ്ജക്റ്റ് ഹിയർ. ആൻഡ് ഈ ഒരു ഒബ്ജക്റ്റിനെയും അതുപോലെ തന്നെ അതിലുള്ള വേർബിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പോസിഷനും കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് SVO പാറ്റേൺ. ഈ സെയിം കാര്യം തന്നെ ഐ റോട്ട് എ ലെറ്റർ എന്നുള്ളതിന് നമ്മൾ മലയാളത്തിൽ കൺവേ ചെയ്യുന്ന സമയത്ത് ഞാനൊരു കത്ത് എഴുതി എന്ന് പറയുന്ന സമയത്ത് അവിടെ സബ്ജക്റ്റ് കം ഫസ്റ്റ്, ദെൻ കത്ത് വിച്ച് മീൻസ് ദി ഒബ്ജക്റ്റ് കം ദി സെക്കൻഡ് പൊസിഷൻ ആൻഡ് ഫൈനലി ദ വേർബ് കംസ്. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, വേർബ് വരുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിനെയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഹാവ് ഇറ്റ്സ് ഓൺ സെൻറ്റൻസ് പാറ്റേൺ ആൻഡ് മലയാളം ഹാസ് ഇറ്റ്സ് ഓൺ സെൻറ്റൻസ് സ്ട്രക്ചർ. ഓക്കെ, so let's move on to the 5 basic sentence pattern. First one is SV. S stands for subject and V stands for verb. Then subject, typically a noun or pronoun denoting a person or thing, or the verb, it will be an action or a state of being. Moreover, SV പാറ്റേണിലെ സെൻറ്റൻസ് നമുക്കറിയാം വേർബ് എന്ന് പറയുന്നത് ഒരു ഇൻട്രാൻസിറ്റീവ് ആയിട്ടുള്ള വേർബ് ആയിരിക്കും, വിച്ച് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ഫോളോ എ ഒബ്ജക്റ്റ്. ദെൻ ഇപ്പോൾ മുനവ്വിർ സിങ്സ് എന്ന് പറയുന്ന ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. മുനവ്വിർ ഇസ് ദ സബ്ജക്റ്റ് ഹിയർ ആൻഡ് സിങ്സ് ഇസ് ദി verb ഹിയർ. ദെൻ സെക്കൻഡ് പാറ്റേൺ ഇസ് SVO പാറ്റേൺ. മോസ്റ്റ് കോമൺ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്ന പാറ്റേൺ ആണ് SVO പാറ്റേൺ, വിച്ച് മീൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ verb and direct object. Okay, then third one is SVC pattern. അപ്പോൾ SVO pattern I don't think we need such more information about SVO pattern. I think you are familiar with that way. And now it's the third one is SVC pattern. A subject, a verb and a complement. ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു വേർബ് ഉണ്ടായിരിക്കും, ഒരു കോംപ്ലിമെൻ്റ് ആവും. മെയിൻലി SVC പാറ്റേണിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിലുള്ള വേർബ് എന്തായിരിക്കും, ഒരു ലിങ്കിങ് വേർബ് ആയിരിക്കും. ലിങ്കിങ് വേർബ് മീൻസ് ആ സബ്ജക്റ്റിനെയും ആ കോംപ്ലിമെൻറ്റേയും ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഒരു ലിങ്കിങ് വേർബാണ് SVC പാറ്റേണിൽ വരുന്നത്. ലൈക്ക് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എന്താ പറയുക, ഓക്കെ, ഈസ് ഈക്വൽ ടു എന്നുള്ള ആ ഒരു മീനിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ലിങ്കിങ് വേർബിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹീ ഈസ് ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഹീ ഈസ് ഈക്വൽ ടു ഇൻ്റലിജൻറ്റ് എന്നുള്ള ആ ഒരു മീനിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഈസ് എന്ന് കൊടുക്കുന്നത്. അതേപോലെ സ്കൈ ബിക്കെയിം ഡാർക്ക് എന്ന് പറയുന്നത് സ്കൈ ബിക്കെയിം ഒരു എന്താ പറയുക, ഒരു ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടിയാണ് ബിക്കെയിം എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബിക്കെയിം എന്ന് പറയുന്നതും ഈസ് എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്നതും വേഴ്സ് എന്ന് പറയുന്നതും വേർ എന്ന് പറയുന്നതും അതുപോലെ ഹീ സീംസ് ഗുഡ് എന്ന് പറയുന്ന സമയത്ത് ഹീ ഈസ് ഗുഡ് എന്നുള്ള ആ ഒരു മീനിങ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേർഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ലിങ്കിങ് വേർബായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. SVC പാറ്റേണിലുള്ള സെൻറ്റൻസിൽ ഉണ്ടാകുന്ന വേർബ് എന്ന് പറയുന്നത് ഒരു ലിങ്കിങ് വേർബായിരിക്കും. ദെൻ കോംപ്ലിമെൻറ്റ് മേ ബി എ നൗൺ ഓർ എൻ അഡ്ജക്റ്റീവ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഓർ കോംപ്ലിമെൻറ്റ്സ് ദി സബ്ജക്ട്സ്. അപ്പോൾ കോംപ്ലിമെൻ്റ് ഉണ്ടായിരിക്കും. കോംപ്ലിമെൻ്റ് ഒരു പക്ഷേ നൗൺ ആയിരിക്കാം അല്ലെങ്കിൽ അതൊരു അഡ്ജക്റ്റീവ് ആയിരിക്കാം. ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, ദെൻ ഷീല ഇസ് എ ഡാൻസർ. ദീസ് ടു സെൻറ്റൻസ് ആർ ബിലോങ്സ് ടു SVC പാറ്റേൺ. ഹിയർ ബ്യൂട്ടിഫുൾ is an adjective and dancer is a noun. Both these are the complements of that subject. ആ ഒരു കൺസേൺ സബ്ജക്റ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ബ്യൂട്ടിഫുൾ എന്നുള്ളതും ഡാൻസർ എന്ന് പറയുന്നതും. ഷീല ഇസ് എ ഡാൻസർ എന്ന് പറയുന്നത് ഷീല എന്ന് പറയുന്ന ആ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു കോംപ്ലിമെൻ്റ് ആണ്. ദെൻ ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ആ ഫ്ലവേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു കോംപ്ലിമെൻ്റ് ആണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ അതിൽ ഒരു നൗണിനെയാണ് കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻ സെക്കൻഡ് സെൻറ്റൻസ് ഇറ്റ്സ് എ
first sentence flowers are beautiful എന്ന് പറയുന്നതിൽ beautiful is an adjective, then second dancer എന്ന് പറയുന്നത് noun ആണ്. ഓക്കെ, സോ ഈ നൗണിനെ വെച്ചിട്ടും അജക്റ്റീവിനെ വെച്ചിട്ടും നമുക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാം. ദെൻ ഫോർത്ത് വൺ ഈസ് SVOC pattern. A stands for subject, V stands for verb, and O stands for object, and finally C stands for complement. Then there are two more categories to be mentioned here. They are called adverbial, denoting further the role played by the verb, adjective or adverb itself, expressed sometimes as a word or a phrase. അപ്പോൾ നമുക്ക് one more sentence pattern കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. It's not so important. Anyhow, you have to know about that one. So adverb എന്താണ്, adverbial phrase എന്താണെന്ന് first of all let's have to look on. Adverb എന്ന് പറഞ്ഞത്, adverb is a word which refer to modify the verb or adjective or adverb itself. Then adverbial is the group of words that act as a adverb. അപ്പോൾ adverb എന്താണെന്നും adverbial phrase എന്താണെന്ന് വെച്ചാൽ, adverb എന്ന് പറഞ്ഞാൽ ഒരു വേർബിനെയോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെയോ ആഡ്വേർബിനെയോ മോഡിഫൈ ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ adverb എന്ന് പറയുന്നത്. adverbial phrase എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആഡ്വേർബിൻ്റെ ഡ്യൂട്ടി ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആഡ്വേർബിയൽ ഫ്രേസ് എന്ന് പറയും. സോ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഐ വിൽ കോൾ രാജു ലേറ്റർ, ദെൻ സൂസൻ ലിസൺസ് കെയർഫുള്ളി. ദെൻ ഈ ഒരു സെയിം സെൻറ്റൻസ് അതിനെ കുറിച്ചും കൂടി ലെങ്തി ആയിട്ട് എഴുതുന്നുണ്ട്. ഐ വിൽ കോൾ രാജു വിത്തിൻ 1 hour, രാഹുൽ പ്ലേസ് നിയർ ദി റിവർ. അപ്പോൾ ഐ വിൽ കോൾ രാജു ലേറ്റർ എന്ന് പറയുന്നിടത്ത് ലേറ്റർ എന്ന് പറയുന്നതും സൂസൻ ലിസൺസ് കെയർഫുള്ളി എന്ന് പറയുന്നിടത്ത് കെയർഫുള്ളി എന്ന് പറയുന്നതും ദീസ് ടു വേർഡ്സ് ബിലോങ്സ് ടു കാറ്റഗറി ഓഫ് ആഡ്വർബ്. ബിക്കോസ് ഐ വിൽ കോൾ രാജു ലേറ്റർ, കോൾ ലേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ആഡ്വേർബ് ഓഫ് ടൈമാണ്. എപ്പോൾ എന്നുള്ളതിൻ്റെ ആൻസറാണ് ലേറ്റർ എന്നുള്ളത് ഒരു ആൻസറായിട്ട് വരുന്നത്. സോ ലേറ്റർ എന്ന് പറയുന്നത് ആഡ്വേർബ് ഓഫ് ടൈം ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ കെയർഫുള്ളി, വിച്ച് ഈസ് ദി ആഡ്വേർബ് ഓഫ് മാനർ. അപ്പോൾ ഈ രണ്ട് വേർഡ്സും എന്താണ്, ആഡ്വേർബ് ആണെന്ന് പറഞ്ഞു. ദെൻ സെക്കൻഡ് ഐ വിൽ കോൾ രാജു വിത്തിൻ 1 hour എന്ന് പറയുന്നതും രാഹുൽ പ്ലേസ് നിയർ ദി റിവർ എന്ന് പറയുന്നിടത്തും വിത്തിൻ 1 hour എന്ന് പറയുന്നതും നിയർ ദി റിവർ എന്ന് പറയുന്നത്. സെക്കൻഡ് നിയർ ദി റിവർ എന്ന് പറയുന്നത് ആഡ്വേർബ് ഓഫ് പ്ലേസ് ആണ്, നിയർ ദി റിവർ എന്ന് പറയുന്നത്. സോ അതെന്താണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഫ്രേസ് എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ അതിനെ നമുക്ക് ഫ്രേസ് എന്ന് പറയാം. സോ ഈ ഒരു ആഡ്വേർബിൻ്റെ ഫങ്ഷന് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ആഡ്വേർബിയൽ ഫ്രേസ് എന്ന് പറയാം. സോ ആഡ്വേർബ് ആണ് എന്താണെന്നും ആഡ്വേർബിയൽ ഫ്രേസ് എന്താണെന്നും ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കൺസിഡർ. ആഡ്വേർബ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു വേർഡ് ആയിരിക്കും. ആഡ്വേർബിയൽ ഫ്രേസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ആക്ട് ദ ഫങ്ഷൻ ഓഫ് എ ആഡ്വേർബ്. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആഡ്വേർബ് ആൻഡ് ആഡ്വേർബിയൽ ഫ്രേസ്. സോ ഇവിടെ ലേറ്റർ എന്ന് പറയുന്നതും കെയർഫുള്ളി എന്ന് പറയുന്നതും ആഡ്വേർബ് ആണെന്ന് പറഞ്ഞു. സോ ഐ വിൽ കോൾ രാജു ലേറ്റർ എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസിൻ്റെ സെൻറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് ഐ സ്റ്റാൻഡ്സ് ഫോർ സബ്ജക്റ്റ് ആൻഡ് വിൽ കോൾ ഇസ് ദി വേർബ് ആൻഡ് രാജു ഇസ് ദ ഒബ്ജക്റ്റ് ആൻഡ് ഫൈനലി ലേറ്റർ ഇസ് ദി ആഡ്വേർബ്. സോ SVOA പാറ്റേണിൽ വരുന്ന ഒരു സെൻറ്റൻസ് ആണ് ഐ വിൽ കോൾ രാജു ലേറ്റർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സെൻറ്റൻസ് ഇസ് സൂസൻ ലിസൺസ് കെയർഫുള്ളി, SVA പാറ്റേൺ. ഈ ഒരു ആഡ്വേർബിനെയോ ആഡ്വേർബിയൽ ഫ്രേസിനെയോ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ A ആയിരിക്കും. സോ ഈ ഒരു രണ്ട് സെൻറ്റൻസിൻ്റെയും സെൻറ്റൻസ് പാറ്റേൺ നമ്മൾ പറഞ്ഞു. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സം മോർ എക്സാമ്പിൾസ്. ആൻഡ് ഫാമേഴ്സ് ലീവ് ഹിയർ. ഫാമേഴ്സ് ലീവ് ഹിയർ എന്ന് പറയുന്ന സെൻറ്റൻസിൽ ഫാമർ ഇസ് ദി സബ്ജക്റ്റ്, ലീവ് ഈസ് ദി വേർബ് ആൻഡ് ഹിയർ ഈസ് ദി ആഡ്വേർബ് ഓഫ് പ്ലേസ്. സോ it's belong to SVA pattern. The next sentence is Rahim sat up. Rahim is the subject, sat is the verb, up is the adverb of place. Then SVA pattern. Then Abhilash reads slowly, SVA pattern. Abhilash is the subject, reads is the verb, and finally slowly is the adverb of manner. So SVA pattern. The next one is Tesrina put the bag down, SVOA pattern. The Teshrina is the subject, put is the verb, and bag is the object, and finally
Down is the adverb of place, so it stands for A. Finally, SVOA pattern. Then Deepika shot the tiger at once. Here Deepika is the subject and shot is the verb and the tiger is the object, and finally at once. Once stands for the adverb of frequency, so it's a adverb, so it can be represented as a SV or A pattern. And finally, Raju threw the chair out. Raju threw the chair out. SVOA pattern. Raju stands for subject, threw verb, and chair object, and finally out standing here as the adverb of place. So SVOA pattern. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ഇങ്ങനെ ഒരു സെൻറ്റൻസ് പാറ്റേണും കൂടെ ഉണ്ട്. Now let's move on to the exercise which is given in your textbook. First one is identify the sentence pattern in the following sentences. First one is birds fly, stands for SV pattern. Lada sang a song, SVO pattern. Jane reads her sister a story, SVOO pattern. The girl sings loudly, SVC pattern. He lost his watch, SVOO pattern. They play in the park, SVO pattern. The river flowed swiftly, and SVC pattern. Tommy fell off the swing, SVO pattern. And Ashley learned to ride a bike, SVC pattern. My own auntie watches horror movies, SVOC pattern. These all are the sentence pattern. And second exercise is make at least 2 sentences of your own for the following sentence pattern. First one is SVOO. My neighbor gave me a hand. Then SVC, she is pretty. And SV, she wrote. SVO, she wrote a letter. And finally SVOC, he spoke words furiously. You can write according to your own interest. ഈ ഒരു സെയിം എക്സാമ്പിൾ തന്നെ എഴുതണമെന്നില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ മൈൻഡിലുള്ള എക്സാമ്പിൾസ് ഞാൻ അങ്ങോട്ട് കൺവേ ചെയ്തു എന്നുള്ളൂ. യു ക്യാൻ റൈറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി സെൻറ്റൻസ് സ്ട്രക്ചർ. ഡിഫറെൻറ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസുകൾ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദി സെൻറ്റൻസ് പാറ്റേൺസ് ഓർ ദി വേർഡ് ഓർഡർ ഓർ ദി സിൻടാക്സ്. I hope you have understand all the things regarding this session. Hopefully, thank you.